ബട്ടർഫ്ലൈ എഫക്ട്. ഒരു ചിത്രശലഭത്തിന്റെ ചിറകടി ഒരു ദൂരെയുള്ള ചുഴലിക്കാറ്റിന് കാരണമാകുമെന്ന് പറയുന്ന ഈ ആശയം, ജീവിതത്തിൽ ചെറിയ, ശ്രദ്ധിക്കപ്പെടാത്ത സംഭവങ്ങൾ എങ്ങനെ വലിയ, ലോകമാറ്റുന്ന ഫലങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ഉപദേശം, ഒരു തോൽവി, ഒരു യാദൃശ്ചിക കൂടിക്കാഴ്ച, അല്ലെങ്കിൽ ഒരു നോ എന്ന വാക്ക്, ഇവ എങ്ങനെ ഒരു വ്യക്തിയുടെ, ഒരു രാഷ്ട്രത്തിന്റെ, അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യരാശിയുടെ വിധിയെ മാറ്റിമറിക്കുന്നു. എ.പി.ജെ. അബ്ദുൽ കലാം സാറിന്റെ മിസൈൽ മാൻ ആയുള്ള യാത്ര മുതൽ അഡോൾഫ് ഹിറ്റ്ലറുടെ ആർട്ട് സ്കൂൾ നിരസനം വരെ, ഈ വീഡിയോ ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ ആശാവഹവും ഭയപ്പെടുത്തുന്നതുമായ വശങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. ചരിത്രം, ശാസ്ത്രം, സിനിമകൾ, സോഷ്യൽ മീഡിയ, ദൈനംദിന ജീവിതം എല്ലാം ഈ യാത്രയിൽ ഉൾപ്പെടും. അവസാനം വരെ കാണൂ, ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ആ ബെൽ ഐക്കൺ അമർത്തൂ. ബട്ടർഫ്ലൈ എഫക്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിന്റെ ഉത്ഭവം പരിശോധിക്കേണ്ടതുണ്ട്. 1960കളിൽ അമേരിക്കൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ എഡ്വേർഡ് ലോറൻസ് കാലാവസ്ഥാ മോഡലുകൾ പഠിക്കുകയായിരുന്നു. ഒരു കമ്പ്യൂട്ടർ സിമുലേഷനിൽ 0.506 എന്ന സംഖ്യയ്ക്ക് പകരം 0.50612 എന്ന് നൽകിയപ്പോൾ കാലാവസ്ഥാ പ്രവചനം പൂർണ്ണമായും മാറി. ഈ ചെറിയ ദശാംശത്തിലെ വ്യത്യാസം, ഒരു ചിത്രശലഭത്തിന്റെ ചിറകടി പോലെ, വലിയ ചുഴലിക്കാറ്റുകൾക്ക് കാരണമാകുമെന്ന് ലോറൻസ് 1972ൽ ഒരു പ്രഭാഷണത്തിൽ ഉപമിച്ചു. Does the flap of a butterfly has wings in Brazil set off a tornado in Texas? എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം ചാവോസ് തിയറിയുടെ അടിസ്ഥാനമായി. ചെറിയ ഇൻപുട്ടുകൾ സങ്കീർണമായ സിസ്റ്റങ്ങളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് കാലാവസ്ഥയിലും ജീവിതത്തിലും ഒരുപോലെ ബാധകമാണ്. ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ ശാസ്ത്രീയ അടിത്തറ മനസ്സിലായതോടെ ഇത് ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് പരിശോധിക്കാം. ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾ പലപ്പോഴും ചെറിയ, യാദൃശ്ചികമായ നിമിഷങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എ.പി.ജെ. അബ്ദുൽ കലാം സാറിന്റെ ജീവിതം ഇതിന്റെ ഏറ്റവും പ്രചോദനാത്മകമായ ഉദാഹരണമാണ്. ഒരു കാലത്ത് തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു യുവാവ് ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റ് ആകണമെന്ന് സ്വപ്നം കണ്ടു. എന്നാൽ 1950കളിൽ എയർഫോഴ്സ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് തോൽവി നേരിടേണ്ടി വന്നു. ഈ തോൽവി മറ്റൊരാളെ തളർത്തിയേക്കാമായിരുന്നു. എന്നാൽ കലാം സർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. ഈ ചെറിയ തീരുമാനം അവരെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലേക്കും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലേക്കും നയിച്ചു. അവിടെ അഗ്നി, പൃഥ്വി മിസൈലുകളുടെ വികസനത്തിൽ അവർ നേതൃത്വം വഹിച്ചു. 2002ൽ അവർ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. ഒരു തോൽവിയുടെ ചെറിയ നിമിഷം ഒരു രാഷ്ട്രത്തിന്റെ ശാസ്ത്രരാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിച്ചു. മറ്റൊരു പ്രചോദനാത്മക ഉദാഹരണം സ്റ്റീവ് ജോബ്സിന്റെ ജീവിതത്തിൽ നിന്നാണ്. 1970കളിൽ ജോബ്സ് റീഡ് കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തു, എന്നാൽ ഒരു കാലിഗ്രഫി കോഴ്സിൽ ചേർന്നു. അന്ന് ഈ കോഴ്സ് അപ്രസക്തമായി തോന്നി. എന്നാൽ 1980കളിൽ ആപ്പിൾ കമ്പ്യൂട്ടറുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഈ കോഴ്സിൽ നിന്നുള്ള അറിവ് മനോഹരമായ ടൈപ്പോഗ്രഫി ഫോണ്ടുകൾ സൃഷ്ടിക്കാൻ അവനെ പ്രേരിപ്പിച്ചു. ഈ ഫോണ്ടുകൾ ആപ്പിളിന്റെ മാകിന്തോഷ് കമ്പ്യൂട്ടറുകളെ വ്യത്യസ്തമാക്കി. അത് ടെക്നോളജി വ്യവസായത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചു. 2007ൽ ഐഫോൺ പുറത്തിറങ്ങുമ്പോൾ ആപ്പിളിന്റെ ഡിസൈൻ തത്വശാസ്ത്രം ലോകത്തെ മാറ്റിമറിച്ചു. ഒരു കോഴ്സിൽ ചേർന്ന യാദൃശ്ചിക തീരുമാനം ഒരു $1 ട്രില്യൺ കമ്പനിയുടെ അടിത്തറയായി. ഇന്ത്യയിൽ നിന്ന് മറ്റൊരു ഉദാഹരണം ധീരുഭായ് അംബാനിയുടെ ജീവിതമാണ്. 1950കളിൽ യമനിലെ ഒരു പെട്രോൾ പമ്പിൽ ജോലിക്കാരനായി പ്രവർത്തിച്ച ഒരു യുവാവ് ചെറിയ വ്യാപാര സാധ്യതകൾ തിരിച്ചറിഞ്ഞു. ഒരു ചെറിയ തീരുമാനം ഇന്ത്യയിലേക്ക് മടങ്ങി ടെക്സ്റ്റൈൽ വ്യവസായത്തിൽ ശ്രമിക്കുക റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ തുടക്കമായി. 1966ൽ വിമൽ ബ്രാൻഡ് ആരംഭിച്ച അംബാനി പിന്നീട് പെട്രോകെമിക്കൽസ്, ടെലികോം, റീറ്റെയിൽ മേഖലകളിലേക്ക് വ്യാപിച്ചു. ഇന്ന് റിലയൻസ് ജിയോ ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നു. ഒരു പെട്രോൾ പമ്പിലെ ജോലി, ഒരു ചെറിയ അവസരം തിരിച്ചറിഞ്ഞ നിമിഷം ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെ രൂപപ്പെടുത്തി. ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ നെഗറ്റീവ് വശങ്ങൾ അതിശയിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണ്. അഡോൾഫ് ഹിറ്റ്ലറുടെ ജീവിതം ഇതിന്റെ ഏറ്റവും ദുരന്തപൂർണമായ ഉദാഹരണമാണ്. 1907ൽ യുവാവായ ഹിറ്റ്ലർ വിയന്നയിലെ അക്കാദമി ഓഫ് ഫൈൻ ആർട്സിൽ ചിത്രകല പഠിക്കാൻ അപേക്ഷിച്ചു. അവന്റെ ചിത്രങ്ങൾ പ്രിൻസിപ്പലിന് മതിപ്പുളവാക്കിയില്ല. നിന്റെ കഴിവ് ആർക്കിടെക്ചറിലാണ് എന്ന് പറഞ്ഞ് അവനെ നിരസിച്ചു. ഈനോ എന്ന വാക്ക് ഹിറ്റ്ലറുടെ ജീവിത പാത മാറ്റി. അവൻ പ്രഥമ ലോകമഹായുദ്ധത്തിൽ പട്ടാളക്കാരനായി, പിന്നീട് നാസി പാർട്ടിയുടെ നേതാവായി. 1933ൽ ജർമ്മനിയുടെ ചാൻസലറായി അവൻ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചു. ഹോളോകോസ്റ്റിൽ 6 ദശലക്ഷം ജൂതന്മാർ കൊല്ലപ്പെട്ടു. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിലെ സൈനികർ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. ബ്രിട്ടീഷ് സൈന്യത്തിനു വേണ്ടി യുദ്ധം ചെയ്തു. ഒരു പ്രിൻസിപ്പലിന്റെ തീരുമാനം കോടിക്കണക്കിന് ജീവനുകളുടെ നഷ്ടത്തിന് കാരണമായി. ചരിത്രത്തിൽ മറ്റൊരു ദുരന്തകരമായ ഉദാഹരണം ടൈറ്റാനിക്കിന്റെ മുങ്ങലാണ്.
1912 RMS ടൈറ്റാനിക് മുങ്ങാത്ത കപ്പൽ എന്നറിയപ്പെട്ടിരുന്നു. ഒരു ഐസ്ബർഗിൽ ഇടിച്ച് 1500-ലധികം ആളുകളുടെ മരണത്തിന് കാരണമായി. എന്താണ് ഇതിന് വഴിയൊരുക്കിയത്? ഒരു ചെറിയ അശ്രദ്ധ. കപ്പലിന്റെ ലുക്കൌട്ട് ബൈനോക്കുലറുകൾ ഉപയോഗിച്ചില്ല. ബൈനോക്കുലറുകൾ ഒരു കാബിനറ്റിൽ ലോക്ക് ചെയ്തിരുന്നു. അതിന്റെ താക്കോൽ ഒരു ഉദ്യോഗസ്ഥന്റെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടിരുന്നു. ഈ ചെറിയ പിഴവ് ഐസ്ബർഗ് വൈകി കണ്ടെത്താൻ കാരണമായി. അത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തങ്ങളിലൊന്നിന് വഴിയൊരുക്കി. ശാസ്ത്രത്തിൽ ബട്ടർഫ്ലൈ എഫക്ട് അതിന്റെ പൂർണ്ണ രൂപത്തിൽ പ്രകടമാണ്. അപ്പോളോ 11 ചന്ദ്രനിലെ ആദ്യ ലാൻഡിംഗ് എടുക്കാം. 1969 നീൽ ആംസ്ട്രോങ് മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ്, മനുഷ്യരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിനു പിന്നിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു. 1945 വെർണർ വോൺ ബ്രൗൺ, ജർമ്മനിയുടെ V2 റോക്കറ്റ് ശാസ്ത്രജ്ഞൻ, മിത്രരാഷ്ട്രങ്ങൾക്ക് കീഴടങ്ങി. അവന്റെ അറിവ് നാസയുടെ സാറ്റേൺ V റോക്കറ്റിന്റെ വികസനത്തിന് അടിത്തറയിട്ടു. ഒരു ശാസ്ത്രജ്ഞന്റെ കീഴടങ്ങൽ എന്ന തീരുമാനം മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിച്ചു. ബഹിരാകാശ പര്യവേഷണത്തിന്റെ പുതിയ യുഗം തുറന്നു. ഇന്ത്യൻ ചരിത്രത്തിൽ 1857 സിപ്പോയ് ലഹള ഒരു പ്രധാന ബട്ടർഫ്ലൈ എഫക്റ്റാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എൻഫീൽഡ് റൈഫിളുകൾക്കായി പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ച കാർട്രിഡ്ജുകൾ നൽകി. ഈ കാർട്രിഡ്ജുകൾ സൈനികർ വായ കൊണ്ട് കടിക്കേണ്ടതായിരുന്നു. ഇത് ഹിന്ദു മുസ്ലിം സൈനികരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തി. ഈ ചെറിയ അശ്രദ്ധ വീട്ടിൽ ഒരു കലാപത്തിന് തിരികൊളുത്തി. അത് ഒരു വലിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കമായി. ഈ ലഹള 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കിയ പ്രധാന ചുവടുവെപ്പായി. സിനിമകളിലും ബട്ടർഫ്ലൈ എഫക്ട് ഒരു ജനപ്രിയ തീമാണ്. ദ ബട്ടർഫ്ലൈ എഫക്ട് എന്ന ഹോളിവുഡ് ചലച്ചിത്രം എവാൻ ട്രെബോൺ എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തെ പരിശോധിക്കുന്നു. അവന്റെ ഡയറിയിലെ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തെ പൂർണ്ണമായും മാറ്റുന്നു, ചിലപ്പോൾ സന്തോഷകരമായി, ചിലപ്പോൾ ദുരന്തപൂർണമായി. ബാക്ക് ടു ദ ഫ്യൂച്ചർ. മാർട്ടി മക്ഫ്ലൈ 1955 യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറിയ ഇടപെടൽ അവന്റെ മാതാപിതാക്കളുടെ കൂടിക്കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നത് 1985 ഭാവിയെ മാറ്റുന്നു. ഇന്ത്യൻ സിനിമയിൽ 3 ഇഡിയറ്റ്സ് ഒരു ചെറിയ ഉപദേശം. ആളിസ് വെൽ വിദ്യാർത്ഥികളുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നു, അവരെ പാഷന് പിന്നാലെ പോകാൻ പ്രേരിപ്പിക്കുന്നു. സമകാലിക ലോകത്ത് സോഷ്യൽ മീഡിയ ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ ഒരു ശക്തമായ വേദിയാണ്. 2018 ഗ്രെറ്റ തുൻബെർഗ്, ഒരു 15-കാരി, സ്വീഡനിലെ പാർലമെന്റിന് മുന്നിൽ ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ പ്രതിഷേധം തുടങ്ങി. ഈ ഒറ്റയ്ക്കുള്ള പ്രതിഷേധം ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും വൈറലായി. ദശലക്ഷക്കണക്കിന് യുവാക്കളെ കാലാവസ്ഥാ പ്രവർത്തനത്തിന് പ്രചോദിപ്പിച്ചു. 2019 ഗ്രെറ്റ ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചു, ലോക നേതാക്കളെ വെല്ലുവിളിച്ചു. ഒരു പെൺകുട്ടിയുടെ ചെറിയ പ്രവർത്തനം ആഗോള കാലാവസ്ഥാ നയങ്ങളെ സ്വാധീനിച്ചു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ബട്ടർഫ്ലൈ എഫക്റ്റുകളുമുണ്ട്. 2016 കേംബ്രിഡ്ജ് അനലിറ്റിക്ക സ്കാൻഡൽ. ഫേസ്ബുക്കിലെ ഒരു ചെറിയ ക്വിസ് ആപ്പ് 87 ദശലക്ഷം ഉപയോക്താക്കളുടെ ഡാറ്റ ശേഖരിച്ചതിനെ വെളിപ്പെടുത്തി. ഈ ഡാറ്റ 2016 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെയും ബ്രെക്സിറ്റ് റിഫറണ്ടത്തിന്റെയും ഫലങ്ങളെ സ്വാധീനിക്കാൻ ഉപയോഗിച്ചു. ഒരു ലളിതമായ ആപ്പ് ആഗോള രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചു. ഡാറ്റ പ്രൈവസിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. ശാസ്ത്രീയ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ബട്ടർഫ്ലൈ എഫക്ട് കൂടുതൽ വ്യക്തമാകുന്നു. 1987 ബ്ലാക്ക് മൺഡേ സ്റ്റോക്ക് മാർക്കറ്റ് തകർച്ച ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് പ്രോഗ്രാമുകളിലെ ചെറിയ പിഴവുകൾ മൂലമാണ് ഉണ്ടായത്. ഈ പിഴവുകൾ വാൾ സ്ട്രീറ്റിൽ 22.6% തകർച്ചയ്ക്ക് കാരണമായി. ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടം വരുത്തി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് കാലാവസ്ഥാ മോഡലുകൾ, ജനിതക ഗവേഷണം, സാമ്പത്തിക പ്രവചനങ്ങൾ എന്നിവയിൽ ചാവോസ് തിയറി പ്രയോഗിക്കുന്നു. ചെറിയ മാറ്റങ്ങൾ എങ്ങനെ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. ഇന്ത്യയിൽ COVID-19 പാൻഡമിക് ഒരു ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ ഉദാഹരണമാണ്. 2019 ചൈനയിലെ വുഹാനിൽ ഒരു ചെറിയ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടു. ഈ ചെറിയ സംഭവം 2020 ഒരു ആഗോള മഹാമാരിയായി മാറി. ഇന്ത്യയിൽ ലോക്ക്ഡൌണുകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ദശലക്ഷക്കണക്കിന് ജീവനുകളുടെ നഷ്ടം എന്നിവയ്ക്ക് കാരണമായി. എന്നാൽ ഈ പ്രതിസന്ധി വാക്സിനേഷൻ ഡ്രൈവുകൾ, ഡിജിറ്റൽ വിദ്യാഭ്യാസം, വർക്ക് ഫ്രം ഹോം തുടങ്ങിയ പോസിറ്റീവ് മാറ്റങ്ങൾക്കും വഴിയൊരുക്കി. ഒരു വൈറസിന്റെ പ്രാദേശിക പൊട്ടിപ്പുറപ്പാട് ലോകത്തിന്റെ ജീവിതരീതിയെ മാറ്റിമറിച്ചു. ദൈനംദിന ജീവിതത്തിൽ ബട്ടർഫ്ലൈ എഫക്ട് എല്ലായിടത്തും പ്രകടമാണ്. ഒരു ഉദാഹരണം നോബൽ സമ്മാന ജേതാവ് മലാല യൂസഫ്സായിയുടെ കഥയാണ്. 2012 പാകിസ്ഥാനിൽ 15 വയസ്സുള്ള മലാല പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രചാരണം നടത്തിയതിന് താലിബാൻ ആക്രമണത്തിന് ഇടയായി. ഈ ആക്രമണം അവളെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നു, എന്നാൽ അത് ഒരു ആഗോള പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. മലാല നോബൽ സമാധാന സമ്മാനം നേടി. ലോകമെമ്പാടും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്നു.
ഒരു ആക്രമണത്തിന്റെ ദുരന്ത നിമിഷം ഒരു പോസിറ്റീവ് ആഗോള മാറ്റത്തിന് കാരണമായി. ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ പ്രത്യാഘാതങ്ങൾ വ്യക്തിഗത ജീവിതത്തിലും കാണാം. ഒരു സുഹൃത്തിന്റെ ഉപദേശം, ഒരു പുസ്തകം വായിക്കൽ, ഒരു യാദൃശ്ചിക കൂടിക്കാഴ്ച ഇവ ജീവിതത്തെ മാറ്റാം. ഉദാഹരണത്തിന് ഓപ്ര വിൻഫ്രേ ഒരു ടോക്ക് ഷോ ഹോസ്റ്റായി തുടങ്ങി. എന്നാൽ ഒരു ചെറിയ തീരുമാനം, അവളുടെ ഷോയിൽ ബുക്ക് ക്ലബ്ബ് ആരംഭിക്കുക, ലോകമെമ്പാടും വായനയെ പ്രോത്സാഹിപ്പിച്ചു. ഈ ബുക്ക് ക്ലബ്ബ് പല എഴുത്തുകാരുടെയും ജീവിതത്തെ മാറ്റി, അവരുടെ പുസ്തകങ്ങളെ ബെസ്റ്റ് സെല്ലറുകളാക്കി. എന്നാൽ ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ നെഗറ്റീവ് വശങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2008 ലെമൺ ബ്രദേഴ്സിന്റെ തകർച്ച ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി. ഈ തകർച്ച സബ്പ്രൈം മോർട്ട്ഗേജ് വായ്പകളിലെ ചെറിയ പിഴവുകളിൽ നിന്നാണ് ഉണ്ടായത്. ഈ പിഴവുകൾ ദശലക്ഷക്കണക്കിന് ജോലികളുടെ നഷ്ടത്തിനും ബില്യൺ കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടത്തിനും കാരണമായി. ഇന്ത്യയിൽ റീറ്റെയിൽ മേഖലകൾ ഈ പ്രതിസന്ധിയുടെ ആഘാതം അനുഭവിച്ചു. ബട്ടർഫ്ലൈ എഫക്റ്റ് ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം? ഓരോ ചെറിയ തീരുമാനവും പ്രവൃത്തിയും വാക്കും പ്രധാനമാണ്. ഒരു സുഹൃത്തിന് നൽകിയ ഉപദേശം, ഒരു അശ്രദ്ധമായ സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഒരു പുതിയ ഹോബി തുടങ്ങൽ ഇവ ഭാവിയെ മാറ്റാം. ബട്ടർഫ്ലൈ എഫക്റ്റ് ശ്രദ്ധാലുവായിരിക്കാൻ, ഓരോ നിമിഷവും മൂല്യമുള്ളതായി കാണാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ ഒരു ചെറിയ സംഭവം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ ഏറ്റവും രസകരമായ ഉദാഹരണം ഏതാണ്? കമന്റ് സെക്ഷനിൽ എഴുതൂ. ഇത്തരം ശാസ്ത്രീയവും ജീവിതപരവുമായ വീഡിയോകൾ കൂടുതൽ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.